സോ ലൈറ്റ് റൂം മൊബൈലിനകത്ത് എങ്ങനെ ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. അതായത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ മൊബൈലിലുള്ള ലൈറ്റ് റൂം ആപ്പ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം എനിക്ക് ഇങ്ങനെ ഇൻ്റർഫേസിനും കിട്ടും. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിലായിട്ടൊരു ബ്ലൂ ബോക്സിൽ ഒരു ഗാലറി ആൻഡ് പ്ലസ് ബട്ടൺ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിവൈസിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്നത് ഓൾറെഡി ഇമ്പോർട്ട് ചെയ്ത് വെച്ച കുറച്ച് ഫോട്ടോസാണ്. ഇനി അതിൽ നിങ്ങൾ ഗാലറിയിലെ എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. ഏറ്റവും ടോപ്പിലെ ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചേഞ്ച് ഫോട്ടോ ആക്സസ് പെർമിഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരെ നിങ്ങളുടെ മൊബൈലിലെ സെറ്റിങ്സിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം അവിടെ സെലക്ട് ഫോട്ടോസിലെടുക്കുക, ഓൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരെ നേരെ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒന്നും കൂടി ലോഡാകുന്നതായിരിക്കും. അതിനുശേഷം നേരത്തെ ചെയ്ത അതേ പ്രോസസ്സിൽ നിങ്ങൾ ഏറ്റവും അടിയിലുള്ള ആ ഒരു ഗാലറി പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിനകത്തുള്ള എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓരോ ഫോട്ടോസ് സെലക്ട് ചെയ്ത് ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം നിങ്ങളുടെ ഗാലറിയിലെ ഫോൾഡേഴ്സ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും. സ്ക്രീൻഷോട്ട്, പോർട്രേറ്റ്, വീഡിയോസിൻ്റെ കുറേ ഫോട്ടോസും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൻ്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ആകുന്നതായിരിക്കും. അതിനുശേഷം ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട എഡിറ്റിങ് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയും വരുത്താവുന്നതാണ്. സോ ഇതുപോലത്തെ കൂടുതൽ ലൈറ്റ് റൂം ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഫോളോ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ കൊണ്ട് ഞാൻ വിളിച്ചാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ ഗൈസ്, താങ്ക് യു.